ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു 4-5 ദിവസം കൂടിയിട്ട് ഇന്നാണ് ഒന്ന് പുറത്തോട്ടിറങ്ങുന്നത്. എന്നും മഴയും മഴക്കാറും കാറ്റും. ഇപ്പോൾ നമ്മുടെ ഈ അയർലൻഡിലെ ഒരു കാലാവസ്ഥയെ ഈ പറയുന്ന വിൻ്റർ സമയത്ത് ഭയങ്കര മോശമാണ്. ഒന്നാമത് തണുപ്പ്, അതിൻ്റെ കൂടെ മഴ കാണും, ഭയങ്കര ക്ലൗഡി ആയിരിക്കും, കാറ്റ്. ഇവിടുന്ന് ഈ ഓസ്ട്രേലിയക്കൊക്കെ ആൾക്കാർ പോകുന്നതിനെക്കുറിച്ച് പലരും ചോദിക്കാറുണ്ടല്ലോ, എന്തുകൊണ്ട് UK നിന്നും അയർലൻഡിൽ നിന്നൊക്കെ ആൾക്കാർ കൂടുതലും ഓസ്ട്രേലിയക്ക് പോകുന്നതെന്ന്. ഒരു ബഹുഭൂരിപക്ഷം ആൾക്കാരും പോകുന്നത് ഈ കാലാവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ടാണ്. നമ്മുടെ നാട്ടിലെ ഒരു കാലാവസ്ഥയും അല്ലെങ്കിൽ അത്യാവശ്യം ചൂടും ഒക്കെ കിട്ടണമെങ്കിൽ ഓസ്ട്രേലിയക്ക് പോകുന്നതാണല്ലോ നല്ലത്. അപ്പം അങ്ങനെ പോകുന്നവരെ കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ ജോലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി പോകുന്നത് അത്ര നല്ലൊരു തീരുമാനമാണെന്ന് പൊതുവെ എല്ലാവരും പോയവരൊക്കെ പറയുന്നത്. പക്ഷെ കാലാവസ്ഥ എപ്പോഴും നല്ലതായിരിക്കും. അപ്പം നമ്മളിപ്പം വിൻ്ററിലെ ഇവിടുത്തെ പരിപാടിക്ക് ഒന്ന് കാണിക്കാം. നമ്മൾ നാട്ടിൽ പോയപ്പം കോഴിയുടെ അവസ്ഥയൊക്കെ എന്തായിരുന്നു, തിരിച്ചു വന്നപ്പോൾ എന്തൊക്കെയാണ്, അതൊക്കെ ഒന്ന് കണ്ടു കാണാം. ഈ അയർലൻഡിൽ ഈ വിൻ്റർ ആകുന്ന സമയത്തുണ്ടല്ലോ, എല്ലാവിധ മരങ്ങളും ഇതുപോലെ ആയിരിക്കും. ഈ പറയുന്ന ഇലകളെല്ലാം കൊഴിഞ്ഞ് ഈ വെറും അതിൻ്റെ ചില്ലുകൾ മാത്രമായിട്ട് നിൽക്കും. അപ്പൊ ഈ സമയത്താണ് ഇത് പ്രൂൺ ചെയ്ത് വിടുന്നത്. അപ്പൊ ഇത് ഒരു പ്ലം ട്രീ ആണ്, 2 വർഷം പ്രായമുള്ള പ്ലം ട്രീ ആണ്. അപ്പൊ അതിന്റെ ശിഖരങ്ങളൊക്കെ പ്രൂൺ ചെയ്ത് വിട്ടിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ വർഷം ഇത് കായ്ക്കുമെന്നാണ്. കഴിഞ്ഞ വർഷം ഒരെണ്ണത്തിൽ ഒരു 2 എണ്ണം കായ്ച്ചായിരുന്നു. അതുപോലെ ഇവിടെ തൊട്ടപ്പുറമുള്ളത് ചെറി ട്രീ ആണ്. അപ്പൊ ഇതാണ് ചെറി ട്രീ. അപ്പൊ ഇതും അത്യാവശ്യം നല്ല തിക്കായിട്ട് ഇലയ്ക്കാവുന്ന ഒരു മരമാകുന്നതാണ്. ഒരേ മുഴുപ്പിൽ മേടിച്ചതായിരുന്നെങ്കിലും ഇതുകൊണ്ട് ഈ പറയുന്ന ചെറി ട്രീക്ക് നല്ല വലുപ്പമായിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അത് അത്യാവശ്യം നന്നായിട്ട് കട്ട് ചെയ്ത് വിട്ടു. ഇല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ നിലവിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കത് പറിക്കാൻ പറ്റില്ല. ഈ കാണുന്നതാണ് ബേ ലീഫ്. നമ്മുടെ നാട്ടിലെ കറുവയുടെ അതേ രുചിയാണ് ഇതിന്റെ ഇലയ്ക്ക്. അപ്പൊ ഇത് ഒന്ന് വലുതായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ഇല ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കറുവയുടെ ഇലയില്ലേ, ചില കറികൾക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് അല്ലേ, അതുപോലെ നമുക്ക് നല്ല ടേസ്റ്റോട് കൂടി ഭക്ഷണം അല്ലാതെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. പുല്ലൊക്കെ അധികം കാര്യമായിട്ടൊന്നും വളരത്തില്ല. പിന്നെ ഈ വിൻ്ററിൽ മാത്രം കായ്ക്കുന്ന ചില അല്ലെങ്കിൽ പൂക്കുന്ന ചില ചെടികളുണ്ട്, അതൊക്കെയാണ് ഇത്. പൊതുവെ ഇങ്ങനെ വറ്റി വരേണ്ട പോലെ ഇരിക്കും. ഇതുണ്ടോ, മരച്ചില്ലുകൾ മാത്രമായിട്ട് നിൽക്കുന്ന ഒരു പ്ലം ട്രീ. ഇതൊക്കെ നന്നായിട്ട് ഈ വർഷം കായ്ക്കുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം. വിദേശ രാജ്യങ്ങളിലുള്ളവർക്കൊക്കെ ഓൾറെഡി അറിയാം. ഇത് 3 ബിന്ന് മിക്ക വീടുകളിലും കാണും. ഇതിനകത്ത് നമ്മുടെ റീസൈക്ലിംഗ് വേസ്റ്റ്, ചിലപ്പോൾ ചില വീടുകളിൽ ഇതിന് ഗ്രീൻ കളറായിരിക്കും. ഇതിനകത്ത് നമ്മുടെ ഫുഡ് വേസ്റ്റ്, അതുപോലെ ഇതിനകത്ത് നമ്മുടെ ജനറൽ വേസ്റ്റ്. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ വീട്ടിൽ വേസ്റ്റ് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ അതനുസരിച്ചിട്ട് വേണം ഇതിനകത്ത് സെപ്പറേറ്റ് ചെയ്യാൻ. ഇത് 2 ആഴ്ച കൂടുമ്പോഴാണ് ഈ ബിന്ന് എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പം നാളെ ഈ 2 ബിന്ന് എടുത്തുകൊണ്ട് പോകണം. അപ്പം നമ്മൾ രാവിലെ അല്ലെങ്കിൽ ഇന്ന് രാത്രി തന്നെ ഇത് പുറത്തെടുത്ത് വെക്കണം. അവരത് എടുത്തിട്ട് നമ്മളത് തിരിച്ചു കൊണ്ടുപോയി വെക്കുക. അപ്പോൾ ഇങ്ങനെ ഓൾട്ടർനേറ്റ് വീക്സിൽ നാളെ ഇതാണെങ്കിൽ അടുത്ത ആഴ്ച ജനറൽ ബിൻ, അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, ഫംഗ്ഷൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് പോകാൻ കോഴിക്കുള്ള തീറ്റയും അതുപോലെ നമ്മൾ വീട്ടിലെ ഫുഡ് വേസ്റ്റ് ഒക്കെ ഉണ്ട്, നമ്മുടെ ചോറൊക്കെ ബാക്കി വരുന്നതൊക്കെ ആയിട്ട് കോഴിയുടെ കൂട്ടിലേക്ക് കയറുകയാണ്. തുറക്കണം. അപ്പൊ നമ്മളെ വീട്ടിൽ എന്ത് വേസ്റ്റ് ഉണ്ടെങ്കിലും ഈ കോഴിക്ക് കൊടുക്കാം. അതായത് നമ്മൾ കഴിക്കുന്നതിന്റെ ബാക്കിയും ചോറിന്റെ ബാക്കിയും എല്ലാം. പിന്നെ കോഴിക്കുള്ള ഒരു ഫുഡാണ് ഇതുണ്ടോ, കോഴിക്ക് സ്ഥിരം കൊടുക്കുന്നതാണ് ഈ പെല്ലറ്റ്. ഈ പെല്ലറ്റ് സ്ഥിരം അവിടെ ഉണ്ടാവും, അതിൻ്റെ കൂടെ നമ്മുടെ വീട്ടിലെ വേസ്റ്റും. ഇപ്പം നമ്മൾ ഇവിടെ ഈ ബക്കറ്റിനകത്ത് വെക്കും. ദിവസം വരുന്ന ആൾ അത് എടുത്തു കൊടുക്കും. ഇതാണ് നമ്മൾ കോഴിക്ക് കൊടുക്കുന്ന പെല്ലറ്റ് കേട്ടോ. നമ്മളിത് കറക്റ്റായിട്ട് കൊടുത്തില്ലെങ്കിൽ കോഴിയുടെ മുട്ടയിടിയിൽ വളരെ പതുക്കെ നടക്കുള്ളൂ, അല്ലെങ്കിൽ ലേറ്റ് ആയിട്ടും അല്ലെങ്കിൽ സ്ഥിരമായിട്ട് മുട്ടയിടത്തില്ല. അപ്പം ഇത് ഇപ്പോൾ ഒരു 20 കിലോയുടെ പാക്കറ്റായിരുന്നു ഞാൻ മേടിച്ചത്. ഒരു 4 മാസം 5 മാസം എത്തും. ഞാൻ നാട്ടിൽ പോയപ്പോൾ ഇത് തന്നെ സ്ഥിരം കൊടുത്തുകൊണ്ടാണ് ഇത് പെട്ടെന്ന് തീർന്നത്. അപ്പോൾ ഇതിനകത്ത് കോഴിക്ക് വേണ്ട മിനറൽസ് ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് വേണം. ഇത് നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിലെ ഫുഡിൻ്റെ വേസ്റ്റ്, അതായത് ഫുഡ് വേസ്റ്റ് ഒക്കെ ബാക്കി വരുന്നതിൻ്റെ കൂടെ ഇതും കൊടുക്കും. ഈ ബക്കറ്റ് ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പം ദിവസവും വരുമ്പം ഇതിനകത്തുനിന്ന് ഓരോ കൈ എടുത്ത് നമ്മൾ അവിടെ ഇതിൻ്റെ പാത്രത്തിലിടും. അപ്പോൾ പിള്ളേരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വരുന്നതും ഇവിടെ എല്ലാ ദിവസവും വരും. അതുപോലെ കോഴിക്ക് മുട്ടയിടാൻ വേണ്ടി ഒരു ചെറിയൊരു സ്പേസ് ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പം കോഴി മുട്ടയിട്ടിരുന്നു. ഇന്ന് 2 എണ്ണമാണ്. ഇടയ്ക്ക് ഒരു ദിവസം മാത്രം 4 മുട്ട കിട്ടിയിരുന്നു. ബാക്കി പിന്നെ എല്ലാം 2 മുട്ട വെച്ചേ ഉള്ളൂ. ഫുള്ള് എല്ലാ കോഴികളും മുട്ടയിടാൻ വേണ്ടി തുടങ്ങിയില്ല. ഇത് കോഴിയുടെ കൂടാണ്. ഇങ്ങനൊരു
നമ്മുടെ ഒരു കിച്ചൻ്റെ ഒരു ഡോറിന് ചെറിയൊരു പ്രശ്നം പറ്റിയായിരുന്നു. അപ്പോൾ അതിൻ്റെ തടി കൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു കുഞ്ഞ് ഷെൽട്ടർ. അപ്പം ഇങ്ങനെ ഇത് അതിന് പിന്നെ വീട്ടിലെ പുഷിൻ്റെ ഇതായിട്ട് ഉള്ള അതിനകത്തെ പഞ്ഞിയും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ കോഴി ഇവിടെ വന്ന് സ്ഥിരം ഇതിനകത്ത് തന്നെ മുട്ടയിട്ടോളും. അപ്പോൾ ഇന്നത്തെ മുട്ടയാണ് നല്ല ഫ്രീ റേഞ്ച് ഫ്രഷ് എഗ്ഗ്. ഇത് നമ്മുടെ ഗ്രീൻ ഹൗസ് ആണ്. കാരണം ഈ ഗ്രീൻ ഹൗസിൽ ഈ പറയുന്ന ഒരു ഒക്ടോബർ മാസം മുതൽ ഒരു മെയ് മാസം വരെ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇവിടെ ഒരു കൃഷിയും നടക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആ സമയം ഈ സ്പേസ് ഒന്ന് നമുക്കൊന്ന് ഉപയോഗിക്കാമെന്ന് വെച്ചിട്ടാണ് ഈ കോഴീനെ മേടിച്ചത്. ഇപ്പോൾ കോഴി എന്ന് പറയുമ്പം ഇതിൻ്റെ മെയിൻ്റനൻസ് വളരെ കുറവാണ്. നമ്മൾ മേടിച്ച് വിട്ടതേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ വലിയ കാര്യമായ പരിചരണമൊന്നുമില്ല. ഇപ്പോൾ ഒരു മാസം നാട്ടിൽ പോയപ്പോൾ പോലും നമ്മുടെ സുഹൃത്ത് മാത്യുവും അനുവും ഒക്കെയാണ് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഈ വെള്ളവും അതുപോലെ ആ തീറ്റയൊക്കെ ഇട്ട് കൊടുത്തിരുന്നത്. അപ്പോൾ അത് കുഴപ്പമില്ലായിരുന്നു. അതിനിടയ്ക്ക് ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ 4 മുട്ട കിട്ടിയായിരുന്നു. ഡേവിഡിന് കോഴീനെ എടുക്കാൻ പേടിയില്ല, പക്ഷെ പിന്നെ ജെന്നിഫറിന് ഇപ്പോഴും പേടിയാണ്. പക്ഷെ എന്നാലും എടുക്കാതിരിക്കാനും പറ്റത്തില്ല, അവർക്ക് എടുക്കുകയും വേണം. അതിന്റെ കാലൊക്കെ ചെളിയാടാ, നീ അത് അവിടെ വെക്ക്. അത് നീ എടുത്തിട്ട് നീ എന്നെ നിലത്തോട്ട് വിട്. ഇത് നമ്മുടെ ഫ്രീ റേഞ്ച് കോഴികള്. ഇതിനൊരു പേരുണ്ടായിരുന്നു, ഞാൻ ആ പേര് മറന്നുപോയി. അത് നീ ഇട്ട പേരല്ലേ? അത് ജൂലി ഏതാ? ഡേവിഡ് ഓരോ പേരൊക്കെ ഇട്ടു എല്ലാത്തിനും. ബാക്കിയുള്ള 3 ഒരേ നിറമായത് കൊണ്ട് അതിന്റെ പേര് മറന്നു. ഈ ജൂലി എന്നുള്ളതിന് ഒരു ഇച്ചിരി ഷെയ്ഡ് കുറവ്, അതായത് ചെറിയൊരു നിറം കുറവുണ്ട്. ബാക്കി 3 ഏകദേശം ഒരേ കളറാണ്. അപ്പൊ ഡേവിഡ് പറഞ്ഞത് ഓരോ കോഴിയുടെയും കാലിൽ ഓരോ നിറത്തിലുള്ള സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞാലില്ലേ നമുക്ക് അതിന് പേര് കൊടുക്കാം. പിള്ളേർക്ക് ഇഷ്ടമാണല്ലോ അല്ലടാ? അങ്ങനെ പേരൊക്കെ കൊടുത്ത് വരുമ്പോഴേ ഓരോ പേരൊക്കെ വിളിച്ച്. പുള്ളിയുടെ പരിപാടി എന്താ വെച്ചാൽ രാവിലെ എഴുന്നേറ്റ് വരും, എന്നിട്ട് കോഴി മുട്ടയിട്ടുണ്ടോ നോക്കും. ഇല്ലെങ്കിൽ മുട്ടയിടിക്കാൻ വേണ്ടിയിട്ട് അതിനെല്ലാം ആ കൂട്ടി കൊണ്ടുപോയി വെക്കും. സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഇതേ അവസ്ഥ. കോഴിക്ക് ഒരു സ്വൈര്യം കൊടുക്കില്ല. കോഴി മടുത്ത് കാണും ഇവന് എടുത്തെടുത്ത്. എന്നെ ഇട്ടേച്ച് പോടാന്ന് കണ്ട കോഴി പറയുന്നത്. നമ്മൾ ഈ ഗ്രീൻ ഹൗസ് ഇവിടെ സെറ്റ് ചെയ്തതിന്റെ ഉദ്ദേശം തന്നെ നാട്ടിലെ പച്ചക്കറികൾ കൃഷി ചെയ്യാന്നുള്ളതായിരുന്നു. കഴിഞ്ഞ മുമ്പത്തെ വർഷം പാവയ്ക്ക ഒത്തിരി കിട്ടിയിരുന്നു. അപ്പൊ അത് നോക്കി കഴിഞ്ഞ വർഷം പാവയ്ക്കായും പടവലവും കൃഷി ചെയ്തു. പക്ഷെ ഒന്നും കിട്ടിയില്ല. കാരണം കഴിഞ്ഞ വർഷം ഭയങ്കര മഴയായിരുന്നു. ആ മഴയായിരുന്നുകൊണ്ട് ഇതിനകത്തും ഭയങ്കര തണുപ്പായിരുന്നു. ഈ ഹൈറ്റിൽ വളർന്ന് അതിന്റെ വളർച്ച അങ്ങ് മുരടിച്ചു പോയി. അപ്പൊ ഈ വർഷം നാട്ടിൽ നിന്ന് വിത്തൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, പിടിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്കൊരു മെയ് മാസത്തിൽ ഇതിന്റെ പരിപാടികളൊക്കെ സെറ്റ് ചെയ്തെടുക്കണം. കോഴിക്ക് സംശയം തോന്നുന്നു നിന്റെ ഇന്ന് മേടിക്കാൻ. ഇത് ട്രാംപോളിനാണ്. അപ്പൊ ഞാനിത് ഒരു ഒക്ടോബറൊക്കെ ആയപ്പോഴത്തേനും ഇത് അഴിച്ചു വെച്ചു. കാരണം ഇവിടെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റോം വരുന്നതുകൊണ്ട് ഇതിങ്ങനെ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഇത് പറപ്പിച്ചോണ്ട് പോകും. അതുകൊണ്ട് അതുമല്ല, ഇതിങ്ങനെ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എപ്പോഴും പുറത്ത് വന്ന് ചാട്ടാണ് ഈ തണുപ്പത്ത്. ഒരു ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെ മാത്രമാണ് ഇത് നേരെ ഇത് ഫിക്സ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ ഇങ്ങനെ ഒന്ന് പുറത്തിറങ്ങാൻ പറ്റിയ സന്തോഷത്തിൽ ഇത് പുറകിൽ ഒരുത്തൻ സൈക്കിൾ ഓടിച്ച് നടക്കുന്നു. അപ്പോൾ ഇന്നൊരു നല്ല കാലാവസ്ഥയുള്ളൊരു ദിവസമാണ്. മഴ ഇതുവരെ പെയ്തില്ല, നല്ല വെയിലുണ്ട്, കുറച്ച് തണുപ്പാണ്, കാറ്റുണ്ട്. അപ്പോൾ നല്ല നല്ല വീഡിയോകളുമായിട്ട് ഇനിയും വരാം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തവരൊന്ന് കാണുക, മറ്റുള്ളവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.